വന്ദനം. വിശപ്പറിയുന്നവനെ പച്ചവെള്ളത്തിൻ്റെ മധുരം അറിയാൻ കഴിയുമെന്ന് ചൊല്ലുണ്ട്. നാം ഇന്ന് എന്ത് സമൃദ്ധിയിലാണ് ജീവിക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഭക്ഷണം, വസ്ത്രം ഇവയെല്ലാം ആവശ്യാനുസരണം നമുക്ക് ലഭിക്കുന്നു. എന്നാൽ ഇതൊന്നുമില്ലാത്ത ധാരാളം കൊച്ചുമക്കൾ നമുക്ക് ചുറ്റുപാടും ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരു ബാലൻ്റെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എൻ്റെ കഥയുടെ പേരെന്താണെന്നോ? ആഗ്രഹം. ഒരിടത്ത് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഓല മേഞ്ഞ ഒരു കൊച്ചുകുള്ളിൽ ഒരു ബാലൻ ജീവിച്ചിരുന്നു. അവൻ്റെ പേരെന്താണെന്നോ? കുട്ടൻ. സ്കൂൾ ജീവിതം എന്താണെന്ന് പോലും അറിയാത്ത അവന് കഷ്ടപ്പാടും ദാരിദ്ര്യവുമായിരുന്നു അവന് കൂട്ട്. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാത്ത അവന് പഠിക്കാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. അവൻ്റെ വിഷമം കണ്ട് തൻ്റെ അമ്മ അവന് സർക്കാർ സ്കൂളിൽ ചേർത്തു. സ്കൂളിൽ ചെന്നപ്പോഴേ എല്ലാവർക്കും പുതിയ ബാഗുകൾ, ചെരുപ്പുകൾ ഇതെല്ലാം കണ്ടിട്ട് കുഞ്ഞിൻ്റെ മുഖത്തേക്ക് അമ്മയ്ക്ക് നോക്കാനേ കഴിഞ്ഞില്ല. അന്ന് അവിടെ വെച്ച് കുട്ടന് ബാബയെന്ന് സുഹൃത്തിനെ ലഭിച്ചു. അവൻ ധനികനായിരുന്നു. ഒരിക്കൽ കുട്ടൻ ബാബുവിനോട് ചോദിച്ചു, നിന്റെ വീട് ഓലയാണോ ഓടാണോ? ബാബു പറഞ്ഞു, മാളികപ്പുറമുള്ള വീട്. കുട്ടൻ അതിശയത്തോട് ചോദിച്ചു, മാളികപ്പുറമുള്ള വീടോ? അതെന്താ? ബാബു പറഞ്ഞു, നീ അങ്ങനത്തെ വീടൊന്നും കണ്ടിട്ടില്ലേ? ഒരിക്കൽ ഞാൻ നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഒരു ദിവസം ബാബു കുട്ടനെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് യാത്രയായി. വീട് കണ്ടതും കുട്ടൻ ഞെട്ടിപ്പോയി. ഇതെന്താ, കൊട്ടാരം പോലെ ഉണ്ടല്ലോ. കുട്ടൻ നോക്കിയപ്പോഴേ അങ്ങനെയുള്ള മറ്റൊരു വീട്. അതിൽ വലിയൊരു പട്ടിക്കുട്ടിന് മുമ്പിൽ എന്താണെന്നോ? വലിയൊരു പാത്രം നിറയെ ഭക്ഷണം. ഇത് കണ്ടതും കുട്ടൻ്റെ വായിൽ വെള്ളമാണ്. ഇതെന്തോരം ഭക്ഷണമാ! ഒരിക്കൽ ടീച്ചർ സ്കൂളിൽ എല്ലാവരുമായി ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാകണം? ഇതു കേട്ടതും കുട്ടനോട് ഒക്കെ വിളിച്ചു പറയാൻ തുടങ്ങി, എനിക്ക് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായ മതി. ഇതു കേട്ടതും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. പക്ഷെ ചിരിയധികം നേരം ഉണ്ടായില്ല. കുട്ടിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ കൂട്ടുകാരും അധ്യാപകരും അവൻ സഹായിച്ചു. അങ്ങനെ കുട്ടൻ കഷ്ടപ്പാടിലൂടെ ദാരിദ്ര്യത്തിലൂടെ പഠിച്ചുയരങ്ങളിലെത്തി. കൂട്ടുകാരെ, നമുക്ക് ഈ കഥയിൽ എന്ത് മനസ്സിലാക്കാം? ആഗ്രഹമുണ്ടായാലേ ഒരങ്ങല്ലാതെ സാധിക്കുള്ളൂ. കുട്ടൻ്റെ കഥ നമുക്ക് ഒരു പ്രയോജനമാകട്ടെ. നന്ദി, നമസ്കാരം.